ഒരിക്കൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ സ്ഥാനത്തേക്ക് ഒരു കൂട്ടം ജനങ്ങൾ കടന്നു വന്നിട്ട് ഈസാ നബിയെ, അങ്ങയോട് ഒരു കാര്യം പറയാനുണ്ട്, വെല്ലുവിളിക്കാനുള്ള നബിയെ, അങ്ങ് ഒരുപാട് അത്ഭുതങ്ങൾ കാണിക്കുന്ന, ഒരുപാട് അത്ഭുത പ്രതിഭാസങ്ങൾ കാണിക്കുന്ന പ്രവാചകനാണല്ലോ നബിയെ. ഈ കാണുന്ന ഖബർസ്ഥാനുകളും ഈ കാണുന്ന ഖബറുകളെല്ലാം 1000 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട മനുഷ്യന്മാരുടെ ഖബറാണ് നബി കാണുന്നത്. ഈ ഖബറിൽ നിന്ന് ഒരു മനുഷ്യൻ ജീവനോടുകൂടി പുറത്തു വന്നു കഴിഞ്ഞാൽ അങ്ങേ നമ്മൾ അംഗീകരിക്കാൻ നബിയെ. ഒരൊറ്റ മനുഷ്യൻ പുറത്തു വന്നാൽ മതി. അതായത് 1000 വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട മണ്ണിനോട് ലയിച്ചു ചേർന്ന് എല്ലുകൾ പൊടിഞ്ഞ് മണ്ണിനോട് ലയിച്ചു ചേർന്ന ആ ഒരു മനുഷ്യന്റെ ഖബറിനെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്ന നബിയെ, ഈ കാണുന്ന ഖബറിൽ നിന്നും ഒരു മനുഷ്യൻ എഴുന്നേറ്റ് വരണം, നിങ്ങളുടെ കഴിവ് നമ്മൾ കാണട്ടെ നബി എന്ന് വെല്ലുവിളിക്കുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ആ ഖബറിന്റെ ചാരത്ത് പോയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്തിട്ട് ആ ഖബറിലേക്ക് ചൂണ്ടിട്ട് പറയുന്നു, കുന്തിരില്ല അല്ലാഹുവിനോട് പ്രകാരം എഴുന്നേറ്റ് കൊള്ളുക. സഹോദരങ്ങളെ, ആ ജനങ്ങൾ നോക്കുമ്പോ കാരണം എന്റെ ജനങ്ങൾ എന്താണ് മരണത്തിന്റെ വേദന എന്നറിയാൻ വേണ്ടി ഞാൻ നിന്നെ ഖബറിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതാണ്. എന്നിട്ട് ഈസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യനോട് പറയുന്നു, നിന്റെ മരണം എങ്ങനെയായിരുന്നു, നിന്റെ മരണവേദന എങ്ങനെയായിരുന്നു എന്ന് നീ ഇവരോട് പറഞ്ഞു കൊടുക്കണമെന്ന് ഈസാ നബി അലൈഹിസ്സലാം ആ മനുഷ്യനോട് പറയുകയാണ്. അല്ലാഹുവേ, എഴുന്നേറ്റ് വന്ന മനുഷ്യൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഈസാ നബിയോട് പറയുന്നു, നബിയേ, മരണത്തിന് വല്ലാത്ത വേദനയാണ് നബിയേ. നിന്റെ ഖബറിനകത്ത് ഒരുപാട് അദാബുകൾ എനിക്ക് ലഭിച്ചെങ്കിലും ഈസാ നബിയേ, മരണവേദന സഹിക്കാൻ കഴിയുന്നില്ല നബിയേ. ഖബറിന്റെ ഇരിക്ക് നബിയേ, എന്റെ വാരികൾ പൊട്ടിപ്പോയി തകർന്നു പോയി നബിയേ. പക്ഷെ അതിനേക്കാൾ